ഞാൻ നിർമ്മിച്ച ആദ്യ സിനിമ മുതൽ തുടങ്ങിയ സൗഹൃദ ബന്ധമാണ് യാത്രയായത്. പലപ്പോഴും സിനിമയിൽ അഭിനയിക്കാനുള്ള യാത്രയ്ക്ക് മുമ്പ് പോലും ലളിത വിളിച്ച് യാത്ര ചോദിക്കാറുണ്ട്. അപ്പോഴൊന്നും ഞങ്ങൾ സിനിമയെക്കുറിച്ചല്ല സംസാരിച്ചിരുന്നത്. മിക്കപ്പോഴും കുട്ടികളെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഞാൻ നിർമ്മിച്ച ഓർമ്മയ്ക്കായി എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഭരതനായിരുന്നു. അന്ന് ചെന്നൈയിൽ വെച്ചാണ് ലളിതയെ ആദ്യം കാണുന്നത്. അത് വലിയൊരു സൗഹൃദത്തിന് തുടക്കമാവുകയായിരുന്നു. ലളിതയും ഭരതനും ഞങ്ങളുടെ കുടുംബവുമായി ചേർന്നു നിന്നു. ഞാൻ കാണുമ്പോഴേ ലളിത വലിയ നടിയാണ്, പക്ഷെ എന്നെ സ്വീകരിച്ചത് എത്രയോ കാലം പരിചയമുള്ള സുഹൃത്തിനെ പോലെയാണ്. അന്ന് ഞാൻ സിനിമയിലേക്ക് വന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ലളിതയെ പോലൊരു നടിക്ക് എന്നെ അത്ര പരിഗണിക്കേണ്ട കാര്യം പോലുമില്ല. പിന്നീട് ഞാൻ നടനായി. എത്രയോ സിനിമകളിൽ ഞാൻ ലളിതയുമായി ചേർന്ന് അഭിനയിച്ചു. ഇത്രയും കാലത്തിനിടയ്ക്ക് ആരാണ് കൂടെ അഭിനയിക്കേണ്ടതെന്ന് തിരക്കഥാകൃത്തോ സംവിധായകനോ ചോദിക്കുമ്പോൾ ലളിത ആയാൽ നന്നാകുമെന്ന് ഞാൻ പറയുമായിരുന്നു. അതിനു മുമ്പോ അതിനുശേഷമോ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് സ്നേഹം കൊണ്ടോ അടുപ്പം കൊണ്ടോ മാത്രമായിരുന്നില്ല. ലളിത അപ്പുറത്ത് നിൽക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെടാനാകുമെന്ന എൻ്റെ സ്വാർത്ഥതയായിരുന്നു. ലളിത വടക്കാഞ്ചേരിയിലെ വീട്ടിലും കൊച്ചിയിലെ ഫ്ളാറ്റിലും അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നുവെന്നു കേട്ടപ്പോൾ എനിക്കുണ്ടായിരുന്ന അസ്വസ്ഥത ചെറുതായിരുന്നില്ല. ഇടതും വലതുമായി എത്രയോ കാലം കൂടെ നടന്ന ഒരാളാണ് അപ്രത്യക്ഷമായത്. ലളിത എൻ്റെ ജീവിതത്തിലെയും സിനിമയിലെയും ധൈര്യവും സൗഹൃദവുമായിരുന്നു. ഞാൻ അസുഖത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അഭിനയിക്കാൻ തിരിച്ചു വരണമെന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചത് ലളിതയായിരുന്നു. ഞാൻ തിരിച്ചു വന്നു, പക്ഷേ ഇനി ലളിത വരില്ല.